ചാക്കയിൽ മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങിയ 2 വയസ്സുകാരിയായ നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം. ജനുവരിയിലാണ് ഈ 2.5 വയസ്സുകാരിയെ കിണറ്റിലിട്ട് കൊന്ന സംഭവം ഉണ്ടായതെങ്കിൽ അതിന് തൊട്ടു പിറകെയായിരുന്നു ഇങ്ങനെയൊരു വാർത്ത വന്നത്. ആ കേസിൽ ഇന്നിപ്പോൾ വിധി പറയും. നിരവധി കേസുകളിൽ പ്രതിയായ സ്വദേശി ഹസൻകുട്ടി കുറ്റക്കാരനെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, അന്ന് നമ്മളൊക്കെ ഞെട്ടിയതാണ്. ആ കുഞ്ഞിന് വേണ്ടി വലിയ തെരച്ചിൽ നടത്തി അവസാനം ആ കുഞ്ഞിനെ കണ്ടെത്തിയതൊക്കെ ഓർമ്മയിലുണ്ട്. ഈ ഹസൻകുട്ടി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹസൻകുട്ടി കുറ്റക്കാരെന്നാണ് തിരുവനന്തപുരം പോക്സോ കോടതിയുടെ വിധി. അല്പസമയത്തിനകം ഇയാളുടെ ശിക്ഷ എന്താണെന്നുള്ള വിധിച്ചേക്കും. ഇപ്പോൾ കേസിന്റെ അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വിധി കോടതി വായിച്ചത്, വിധിന്യായം വായിച്ചത്. 2024 ഈ സംഭവം നടന്നത്. മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങിയ ചാക്കയിൽ ബ്രഹ്മോസിന് സമീപം മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങിയ 2 വയസ്സുകാരി നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. നിരവധി പോക്സോ കേസുകളിൽ സമാനമായ കേസുകൾ നേരത്തെയും പ്രതിയായിരുന്ന ഇടവ സ്വദേശി കബീർ എന്ന വിളിപ്പേരുള്ള ഹസൻകുട്ടിയായ ഈ കേസിലെ പ്രതി. ബ്രഹ്മോസിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞത്. ഇയാൾ ആഴ്ചകൾക്ക് മുമ്പും ഒരു കേസിൽ സമാനമായ പോക്സോ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇവിടെ ചാക്കയിലെത്തി ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നത്. ബ്രഹ്മോസിന് സമീപത്ത് ഇവിടെ എത്തി കുട്ടിയെ പീഡിപ്പിച്ച് കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. കുട്ടി കരഞ്ഞ് ബഹളം വെച്ചത് കൊണ്ടാണ് ഇയാൾ കുട്ടിയെ ആ രീതിയിൽ ഉപേക്ഷിച്ച് കടന്നത്. ബ്രഹ്മോസിലെ CCTV ദൃശ്യങ്ങളിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് കുട്ടിയുടെ മുടി ലഭിച്ചിരുന്നു. അത് ശാസ്ത്രീയ പരിശോധന നടത്തിയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത്. ആയൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന പോക്സോ കേസിലും ഇയാൾ പ്രതിയായിരുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ഇയാൾ ആലുവയിലെ ഹോട്ടൽ ജോലി നോക്കിയിരുന്നു. തിരുവനന്തപുരത്ത് അയാൾ കുട്ടിയെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട് പളനിയിൽ പോവുകയും മുടി മൊട്ടയടിച്ച് പിന്നീട് ആളെ തിരിച്ചറിയാതിരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയത്. പക്ഷെ പോലീസ് കൃത്യമായി ഇയാളിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ ഇയാൾക്കെതിരെ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ കൂടി അന്ന് പോലീസ് ചുമത്തിയിരുന്നു. അതിന് കാരണം കുട്ടിയെ ശ്വാസം മുട്ടിച്ചിരുന്നു. കുട്ടി വിജനമായ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ടത് കൊണ്ട് തന്നെ കുട്ടി മരിച്ചുപോയേക്കാം, ഭയം കൊണ്ട് തന്നെ കുട്ടി മരിച്ചുപോയേക്കാം എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൂടി പോലീസ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ വധശ്രമ കേസ് കൂടി ചുമത്തിയിരുന്നത്. ഏതെല്ലാം കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ തെളിഞ്ഞതെന്നാണ് ഇനി അറിയേണ്ടത്. കുട്ടിയുടെ വായും മൂക്കും കുട്ടിപ്പിടിച്ച് അതിനാൽ മരണം വരെ സംഭവിച്ചേക്കാമെന്നായിരുന്നു ഇയാൾക്കെതിരെയുള്ള ചാർജ് ഷീറ്റിന്റെ പ്രധാന ആരോപണങ്ങളിൽ ഒന്ന്. ഏതായാലും ഹസൻകുട്ടി കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഇയാളുടെ ശിക്ഷാവിധി അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. ശരി, നാടോടി ബാലികയെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഉറങ്ങിക്കിടന്ന 2 വയസ്സുകാരിയായ കുട്ടിയെ പീഡിപ്പിച്ച ശേഷം ഉപേക്ഷിച്ച സംഭവത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വിധി ഉണ്ടായിട്ടുള്ളത്. അന്ന് അരുൺ, നമുക്ക് ഓർമ്മയുണ്ട് ആ കുട്ടിക്ക് വേണ്ടി നടത്തിയ തെരച്ചിലൊക്കെ ഓർമ്മയുണ്ട്. പിന്നീട് ആ ബ്രഹ്മോസിലെ ദൃശ്യങ്ങളായിരുന്നു അന്ന്. ആ കുഞ്ഞിനെ കിട്ടിയപ്പോഴും ഇതാരാണ് ചെയ്തത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് വളരെ നിർണായകമായത് ആ CCTV ദൃശ്യങ്ങളായിരുന്നു. അന്നത്തെ ആ അന്വേഷണം, കുഞ്ഞിനെ കാണാനില്ല എന്ന വാർത്ത, അതൊക്കെ ഓർമ്മയിലുണ്ട്. വലിയൊരു അന്വേഷണം തന്നെ അന്ന് പോലീസിന്റെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ CCTV ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിയിലേക്ക് പോലീസ് വളരെ വേഗത്തിൽ എത്തിയത്. കുട്ടിയെ കാണാനില്ല, എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വലിയ ആശങ്കകൾ മനുഷ്യത്വമൊക്കെ ഒരു രാത്രി മുഴുവൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങൾ കണ്ടതോടുകൂടി ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയെന്ന് പോലീസ് തിരിച്ചറിയുകയായിരുന്നു. അതിനുശേഷമാണ് നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടിയെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ അന്ന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ഭാഗ്യകരമായ ഒരു സംഭവം. അല്ലെങ്കിൽ അത്രയും കൂടി ആശങ്ക ഇടയായ സംഭവമായിരുന്നു ഉണ്ടായത്. പക്ഷേ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ കുട്ടിയെ ക്രൂരമായി ഇയാൾ ആ സമയത്ത് കൊണ്ട് പീഡിപ്പിച്ചിരുന്നു. ഇയാൾ സ്ഥിരമായി ഇത്തരം കേസുകളിൽ പെടുന്നയാളാണ്. അത്തരം ഒരു ചരിത്രമുള്ളയാളാണ്. അയാൾ പരവൂരിലെ കേസിൽ നിന്ന് ജാമ്യത്തിന് ശേഷം ആലപ്പുഴയിലേക്ക് ഒരു ഹോട്ടൽ ജോലിക്ക് പോവുകയും അവിടെ നിന്ന് വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തുകയുമായിരുന്നു. ഇത്തരത്തിൽ നാടോടികൾക്കൊപ്പം കിടന്നിരുന്ന കുട്ടികളെ കൂടി ലക്ഷ്യമിട്ടാണ് ഇയാളുടെ നീക്കങ്ങൾ. വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി ഇവിടെ വന്ന ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ് പോലീസിന്റെ